കുട്ടികളുടെ പല്ല് നിരത്തെറ്റുന്നതും പല്ല് കമ്പി കെട്ടി നിരയാക്കുന്നതും ഇപ്പോൾ വളരെ സാധാരണമായിട്ടുണ്ട്. ഒരു 10-15 വർഷം മുമ്പ് വരെ പാൽപ്പല്ലുകളുടെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഗ്യാപ്പ് ഇല്ലാതായി തിങ്ങിയിരിക്കുന്ന പാൽപ്പല്ലുകളാണ് കൂടുതൽ പേർക്കും. അതുകൊണ്ട് തന്നെ പുതിയ പല്ലുകൾ വരുമ്പോഴും ക്രൗഡിങ് വളരെ സാധാരണമാണ്. നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മുന്നിലെ പല്ലുകൾ നിരയായി കൊണ്ടുവരാൻ സാധിക്കും. കൃത്യമായ ഇടവേളകളിൽ ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കുകയോ അല്ലെങ്കിൽ ഒരു 4 മാസത്തിലൊരിക്കൽ ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കുകയും പുതിയ പല്ല് വരുന്നതിന് സ്ഥലമില്ലെങ്കിൽ തൊട്ടടുത്ത പാൽപ്പല്ലുകളൊന്ന് പറിച്ചു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലും അത് നിരയാക്കിയെടുക്കാം. ഇപ്പോൾ എടുത്തു മാറ്റാവുന്ന സോഫ്റ്റ് സിലിക്കോൺ പോലുള്ള മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ പല അപ്ലയൻസും ക്ലിനിക്കുകളിൽ ലഭ്യമാണ്. അപ്പോൾ കൃത്യമായി ഇടവേളകളിൽ കാണിച്ചു കൊടുത്ത് നിരയായ പല്ലുകൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നിരയാക്കി എടുക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷനെ അത് വളരെ ഹെൽപ്പ് ചെയ്യും.